ഫഹദ്ക്കടൊപ്പം അഭിനയിക്കുന്നു, ഒരാള് കൈ പിടിച്ച് ഓടുന്നു, പിന്നെ നിങ്ങൾ അതിൽ കറങ്ങുന്നു ഫുൾ ആളുടെ കൂടെ. അപ്പം ആ ഒരു മൂവിയിലേക്ക്, ആ ഒരു മൂവിയുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന ഒരു ഫസ്റ്റ് മൊമെന്റ്, ഏറ്റവും വലിയൊരു ലക്ക് എന്ന് പറയാൻ അതാണ് സംഭവം. ഫാഫിനൊപ്പം, അതായത് നമ്മുടെ ഇക്കനൊപ്പം കൈ പിടിച്ചപ്പോ എന്നെ ഇവിടെ കൊണ്ടുപോയി. നമ്മുടെ കേരളക്കാരുടെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് എന്താണെന്നറിയാം? പൊറോട്ടയും ബീഫും. യാ, അതേപോലെയാണ് നമ്മുടെ പൊറോട്ടയും ബീഫും പോലെ നമ്മുടെ ചോറ് പുളിശ്ശേരി അല്ലെങ്കിൽ ഈ പുട്ട് പീരക്കറി എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ ചേട്ടനും ജിത്തു ചേട്ടനും നമ്മളൊരു ആ ഒരു കണക്ഷൻ. ഞാൻ ജിത്തുവാ, ഞാൻ ഇതിലെ സഞ്ജനും ജിത്തു ചേട്ടനും തമ്മിലുള്ളൊരു ബീഫാരാണ്. അപ്പൊ ഇതില് പൊറോട്ട ഏതാ? പൊറോട്ട അത് ബീഫാരാ. എനിക്ക് ബീഫ് അടികൊള്ള വയ്യ. പൊറോട്ട കുഴപ്പമില്ല, ഞാൻ പൊറോട്ട ആയിക്കോളാം, ജിത്തുവിന് ഞാൻ ബീഫിലേക്കോളാം. അതെ, എനിക്ക് അവന്റെ ജിത്തുവിന്റെ ആദ്യത്തെ പടത്തിലും ചെയ്യാൻ പറ്റി. അപ്പൊ അതില് ഈ പറഞ്ഞ പോലെ ഞാൻ ആ പടത്തിലൊക്കെ ഒരു 10 ദിവസം മുന്നേ ഉണ്ടാവുന്നത്. അത് ഭയങ്കര അത്യാവശ്യം എല്ലാവരും സ്വീകരിച്ച് ഹിറ്റായ ഒരു പടമാണ്. അപ്പൊ രണ്ടാമത്തെ പടത്തിൽ എനിക്ക് ഭാഗ്യം കിട്ടി എന്നുള്ളതാണ്. എന്നെ വിളിച്ച് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവൻ പറഞ്ഞതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് പടം ഇപ്പൊ തിയേറ്ററിൽ അടിപൊളിയായിട്ട് ഓടിക്കൊണ്ടിരിക്കണം. എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ട് കൂടിയാണ്, നല്ല സുഹൃത്താണ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ. ഡയറക്ടർ എന്നുള്ള ഉപരി ഫ്രണ്ടാണ്. ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് അതെ ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മളെ ഈ രംഗൻ ചേട്ടനും അമ്പാനും ഒരു കണക്ഷൻ ഉണ്ടല്ലോ. അവര് കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താലും ഞാൻ കൂടെ നിൽക്കും എന്നാണ് അമ്പാൻ പറയുന്നത്. അതിപ്പോ നല്ലതായിക്കോട്ടെ പൊട്ടായിക്കോട്ടെ അമ്പാൻ ഉണ്ട് അവിടെ, അങ്ങനെയല്ലേ? അതേപോലെയാണോ നിങ്ങളും കോളേജിലായാലും അങ്ങനെ കട്ടയ്ക്ക് കൂട്ടുകാരുടെ കൂടെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണോ? റോഷൻ തന്നെ പറയും. എന്റെ റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെ ആയിരുന്നു എന്നാണ് ചോദിക്കുന്നത്. പണ്ട് നീ കോളേജിൽ പഠിച്ച കാര്യം പറഞ്ഞു. കോളേജിൽ ഒരുപാട് അല്ല, എനിക്ക് പ്രായമൊക്കെ പറയണം. പണ്ട് പഠിച്ച അങ്ങനെ കോളേജിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിലും സുഹൃത്തുക്കളോട് നീ ഇപ്പൊ +2 കഴിഞ്ഞോളൂ, 18 വയസ്സുള്ളൂ. ശരിക്കും നിങ്ങൾ ആരും കോളേജിൽ പഠിക്കുന്ന ആൾക്കാരില്ലേ? ഉണ്ടായിരുന്നു, ഞാൻ ഡ്രോപ്പ് ചെയ്തു. കോളേജിൽ പഠിച്ചിട്ടുണ്ട്, പക്ഷെ പഠിച്ചോണ്ടിരിക്കുന്നു. അല്ല, ഇപ്പൊ സുഹൃത്തുക്കളോട് എപ്പോഴും നമ്മൾ അവരിപ്പോ എന്ത് പറഞ്ഞാലും നമ്മളത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മൾ അവരെ കൂടെ നിൽക്കുമല്ലോ. അപ്പൊ കോളേജിൽ അങ്ങനെ നിന്നിട്ടുണ്ട്, ഇപ്പോഴും അങ്ങനെ നിൽക്കാറുണ്ട്. പിന്നെ പ്രശ്നങ്ങളൊന്നും ഞാൻ ചാടുന്നില്ലെന്നേ ഉള്ളൂ. അല്ല, അങ്ങനെ നിൽക്കുന്ന ഒരാളാ. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സെറ്റില് ഏജ് വയസ്സ് ഇപ്പൊ നമ്മളെക്കാളും 2 വയസ്സ് 3 വയസ്സ് മൂത്ത, എന്നെക്കാളും 2 വയസ്സ് മൂത്ത എന്റെ ചേട്ടന്റെ അല്ല, ഞാൻ കോളേജ് കഴിഞ്ഞോളൂ, എനിക്ക് 22 വയസ്സാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും സെറ്റിലായാലും നമുക്ക് എന്തെങ്കിലും ഒരു ഇത് പ്രശ്നമല്ല, എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം ഞാനായാലും ഇഷ്ടമായാലും നമ്മൾ അവന്റെ അടുത്താണ് ചോദിക്കുന്നത്. അപ്പൊ അവൻ അങ്ങനെ ഒരു സപ്പോർട്ടാണ്. കണ്ടുകഴിഞ്ഞാൽ പ്രായം തോന്നിക്കില്ല കേട്ടോ. കാരണം മൂവിയില് കണ്ടപ്പോഴായാലും ഞാൻ വിചാരിച്ചു നിങ്ങൾ ആ ഒരു ഏജിലുള്ള ആൾക്കാരെ ഞാൻ ആയിരിക്കും.